ഐ റിപ്പീറ്റ്, നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷനും നിങ്ങളെ ഗ്രോത്തിനുള്ള ഒരു ബാരിയർ ആയി വരാൻ പാടില്ല. നമുക്കുണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അതായത് ഇത് ഇങ്ങനെ റെഡി ആവാം, അതല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആവാം, ഈ രീതിക്ക് പ്രോഫിറ്റബിലിറ്റി ജനറേറ്റ് ആവാം. എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ ബ്രേക്കേജ് വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ബാക്കിലോട്ട് വരുന്നു. കാരണം നമ്മളെ മൈൻഡ് അതിൽ ഇൻവെസ്റ്റഡ് ആവണം, നമ്മൾ ടെൻഷനിലാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോകും, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളൊരു ഇൻസെക്യൂർ തോട്ട്സ് വരാം. നമ്മളെ ഹ്യൂമൻ ബ്രെയിൻ അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡ് നമ്മളൊരു കാര്യത്തോട് അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഫേവറബിൾ തിങ്സ് മാത്രമേ കാണിച്ചു തരുള്ളൂ. അതിനോട് പോസിറ്റീവായിട്ടുള്ള നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന, നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യം മാത്രമേ നമ്മളോട് പറയുള്ളൂ. അതിനെ നെഗറ്റീവ് പക്ഷേ നമ്മൾ മുന്നിൽ കാണിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്റൻഷനലി ചിന്തിക്കണം, ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് ഡ്രോബാക്സ്, അല്ലെങ്കിൽ ഇന്ന ബിസിനസ്സിൽ ഇങ്ങനെ നടന്നില്ലെങ്കിൽ എന്താവും, അതല്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു എനിക്ക് റിട്ടേൺ കിട്ടിയില്ല എന്നെങ്കിൽ എന്താവും. ഇത് നമ്മൾ ഒപ്റ്റിമിസം ബയാസിനെതിരെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. സോ ഒരിക്കലും ഫേവറബിൾ തിങ്സ് മാത്രമല്ലല്ലോ ലൈഫിൽ നടക്കുക. നമുക്ക് എന്തായാലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കും. അതാണ് ആക്ച്വലി നമ്മൾ ഇന്റൻഷനലി ചിന്തിക്കേണ്ടത്. മറ്റേ നമ്മളെ മൈൻഡ് ഓൾറെഡി ചിന്തിച്ചിരുന്നു, നമ്മളങ്ങനെ ഡ്രീമൊക്കെ ഉണ്ടാക്കും. ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ വലിയ സെറ്റപ്പിലാണ് നമ്മൾ എന്തായാലും ചിന്തിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് അത് സക്സസ് ആയി സെറ്റ് ആവുന്നത് നമ്മൾ ആലോചിക്കും. ഇതിനെതിരെ ചിന്തിക്കാൻ പറ്റണം നമുക്ക്. ഇങ്ങനെ ചാൻസസ് ഉണ്ട്, ഫേവറബിൾ തിങ്സ് അല്ലാതെ കാര്യങ്ങൾ നടക്കാം. അവിടെയാണ് ഒരു പ്രോപ്പർ ഹ്യൂമൻ ബീയിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഓൺട്രപ്രണറോ കറക്റ്റായിട്ട് ജീവിക്കാൻ പഠിക്കുന്നത്.